ഓരോ ഹജ്ജിന്റെ സമയത്തും വരൂലേ ആരെ? ഇല്യാസ് നബിയും ഹിദർ നബിയും. ഇത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മുടി വെട്ടി കൊടുക്കും. എല്ലാ ഹജ്ജിന്റെ സമയത്തും വരും, ഹജ്ജിന്റെ കർമ്മങ്ങളൊക്കെ ചെയ്യും, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മുട്ട അടിച്ചു കൊടുക്കും. ഇതെങ്കിലും ഇനി ആരെങ്കിലും ഹജ്ജിന് വരുന്ന സമയത്തൊക്കെ നോക്കുന്നുണ്ട്, രണ്ടാൾക്കാർ കുത്തിരി മുട്ട അടിച്ചു കൊടുക്കുന്നത്. തൗഫീഖ് ഉണ്ടെങ്കിൽ കാണാൻ പറ്റും ഇൻഷാ അല്ലാഹ്. അതെ, തൗഫീഖ് ഉണ്ടെങ്കിൽ കാണാൻ പറ്റും. വളരെ ഉഷാറായിട്ടുണ്ട്. ജനങ്ങളെ ഉംറക്ക് കൊണ്ടുവന്ന്, പാവപ്പെട്ട സാധുക്കളായ ആളുകളെ ഉംറക്ക് കൊണ്ടുവന്നിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന കഥകളാണിതെല്ലാം. ശരിയായ ദീന് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടതിന് പകരമാണ് ഇതേപോലെയുള്ള വ്യാജ കഥകൾ ജനങ്ങളെ പറഞ്ഞു പറ്റിക്കുന്നത്. എന്താണ് ഈ പറഞ്ഞ കഥ? ഇതിന് വല്ല യാഥാർത്ഥ്യവുമുണ്ടോ? ഇതാ നിങ്ങൾ ഈ കാണുന്ന ഗ്രന്ഥം അൽ ആലിഉൽ മസ്നൂഅ ഫിൽ അഹാദീസിൽ മസ്നൂഅ എന്ന് പറയുന്ന ഷാഫിഈ മദ്ഹബിലെ വളരെ പ്രസിദ്ധമായ ഗ്രന്ഥം. ഷാഫി മദ്ഹബിലെ വളരെ പ്രസിദ്ധമായ പ്രഗത്ഭനായ പണ്ഡിതനായ ഇമാം സുയൂത്തി, അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ കിതാബാണിത്. ഈ കിതാബ് എന്തിനാണ് ഇമാം സുയൂത്തി രചിച്ചിട്ടുള്ളതെന്നറിയോ? വ്യാജ ഹദീസുകളെ സംബന്ധിച്ച്, കള്ള ഹദീസുകളെ സംബന്ധിച്ച് പറയാൻ വേണ്ടി രചിച്ച ഗ്രന്ഥമാണ് നിങ്ങൾ ഈ കാണുന്ന ഗ്രന്ഥം. ഈ ഗ്രന്ഥത്തിൻ്റെ 1-ാം വാള്യത്തിൻ്റെ 153-ാമത്തെ പേജിൽ ഈ പറഞ്ഞ സംഭവം ഉദ്ധരിച്ചുകൊണ്ട് ഇമാം സുയൂത്തി പറയുന്ന കാര്യം എന്താണെന്നറിയോ? വാഹിൻ, ഇത് അങ്ങേയറ്റം ദുർബലമാണ്. തഫറദ ബിഹിൽ ഹസൻ വഹുവ മജ്ഹൂൽ. അൽ ഹസൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അദ്ദേഹം അറിയപ്പെടാത്ത വ്യക്തിയാണ് എന്ന് മാത്രമല്ല, വഹദീസുൻ ഗൈറു മഹ്ഫൂദിൻ, ഇത് ഷാദായ ഹദീസിൻ്റെ കാറ്റഗറിയിൽ ഷാദായ അസ്വീകാര്യമായ കാറ്റഗറിയിൽപ്പെട്ട ഹദീസാണ് എന്ന് പറഞ്ഞാൽ സ്വീകാര്യയോഗ്യമല്ല എന്ന്. എന്നിട്ട് അദ്ദേഹം വീണ്ടും പറയണം, കുൽത്തു, ഞാൻ പറയട്ടെ, അഖ്റജഹു ഇബ്നു അദിയ്യിൻ. ഇബ്നു അദിയ്യ് എന്ന് പറയുന്ന പണ്ഡിതൻ അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ അൽ കാമിൽ എന്ന് പറയുന്ന ഗ്രന്ഥത്തിലും ഈ സംഭവം കൊണ്ടുവന്നിട്ടുണ്ട്. ഈ സംഭവം കൊണ്ടുവന്ന ഉടനെ തന്നെ ഇബ്നു അദിയ്യ് പറഞ്ഞ കാര്യം എന്താണ്? വഖാല ഹാദിൽ ഹദീസ് ബിഹാദിൽ ഇസ്നാദി മുൻകറുൻ. ഈ റിപ്പോർട്ട് പ്രകാരം ഈ ഹദീസ് അസ്വീകാര്യമാണ്, ഒരിക്കലും സ്വീകരിക്കാൻ പറ്റാത്ത ഹദീസാണ് എന്ന് ഇബ്നു അദിയ്യും പറഞ്ഞിട്ടുണ്ട്. മാത്രവുമല്ല, വഖാലൽ ഹാഫിദു ഇബ്നു ഹജരിൻ, വളരെ പ്രസിദ്ധമായ ഷാഫി മദ്ഹബുകാർക്ക്, സമസ്തക്കാർക്ക് തള്ളാൻ പറ്റാത്ത പണ്ഡിതനാണ് അൽ ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹ്മഹുല്ല. ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മഹുല്ല അദ്ദേഹത്തിൻ്റെ അൽ ഇസാബ എന്ന് പറയുന്ന ഗ്രന്ഥത്തിലും പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞതെന്നറിയോ? ജാഅ മിൻ ഗൈരി ത്വരീഖിൽ ഹസൻ, വേറെ ത്വരീഖിലൂടെയും ഇത് വന്നിട്ടുണ്ട്. ലാക്കിൻ, പക്ഷേ മിൻ വജ്ഹിൻ വാഹിൻ ജിദ്ദൻ, എല്ലാം അങ്ങേയറ്റം ദുർബലമാണ്, അസ്വീകാര്യമാണ് എന്ന് ഷാഫിഈ മദ്ഹബിലെ പ്രഗത്ഭരായ പണ്ഡിതന്മാർ പോലും പറഞ്ഞ ഇത്തരം വ്യാജകഥകൾ കൊണ്ടുവന്ന് പരിശുദ്ധമായ ഹറമുകളിലേക്ക് ജനങ്ങളെ കൊണ്ടുവന്നിട്ട് അവരെ പറഞ്ഞ് പറ്റിച്ച് ഈ നിലക്കുള്ള കള്ളക്കഥകൾ പറഞ്ഞു കൊടുക്കുക. ഇനിയിപ്പോൾ സമസ്തക്കാർക്ക് ഹജ്ജിന് വരുമ്പോഴുള്ള പണി ഇല്യാസ് നബിയെയും ഖദിർ നബിയെയും തിരയലായിരിക്കും.